ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേക്കാൾ കൂടുതൽ എൻ്റെ മടിയിലിരിക്കുന്ന ഈ ഒരു ബാഗ് ആയിരിക്കില്ല ശ്രദ്ധിക്കണ്ടാവുക. ഇത് പ്രത്യേകിച്ചൊന്നുമല്ല, എൻ്റെ ആൽബമാണ് ഗൈസ്. കല്യാണ ആൽബം കിട്ടി. കുറേ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തായി ആൽബം കിട്ടിയോ, വീഡിയോ റെഡിയോ, ഇത്ര മാസമായില്ലേ എന്നൊക്കെ. ഞാൻ ഈ കോളേജ് കഴിഞ്ഞ് എടുത്തിട്ടുള്ളൂ. കണ്ടതും എനിക്ക് ആകെ എക്സൈറ്റഡ് ആയിരിക്കും, എന്താവും എങ്ങനെയാണെന്ന് അറിയില്ല. അന്നത്തെ ദിവസം തന്നെ എനിക്ക് മൈൻഡിലില്ല, അയ്യോ എങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ ഇട്ടാവോ, കാരണം ഒന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മേക്കപ്പിൻ്റെ കാര്യവും എല്ലാം ഒരുമാതിരി ആയ പോലെ ആയിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. മാത്രമല്ല ഈ ആൽബം എല്ലാവരും എത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനൊരു വ്ളോഗാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആൽബം കാണാം. എന്താണെന്ന് അറിയില്ല. പിന്നെ പോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ ഫോൺ നോർമൽ സാധാരണ ഒരു ഫോണാണ്. സോ അതിന് ക്ലാരിറ്റി കുറവുണ്ടാവും. പിന്നെ നമ്മുടെ വെളിച്ചം കാര്യങ്ങളൊക്കെ കുറവ്. സാധാരണ നമ്മുടെ ഈ ലൈറ്റ്, വീട്ടിലുള്ള റൂമിൽ ലൈറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ലൈറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മുടെ ഇല്ല. അപ്പോൾ അതിനെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ആൽബം കാണാം കേട്ടോ. പിന്നെ ഒരു ബാഗിലൊക്കെ അമ്മോ ഇതൊക്കെ ഒരു ഉമ്മ തന്നെ ഫോട്ടോയാണ് ഗൈസ്, കണ്ടില്ലേ? ഈ ഒരു ഫോട്ടോയാണ് ഫ്രണ്ട് വെച്ചിരിക്കണത്. ഇതൊക്കെ എടുക്കുന്ന നേരത്തുള്ള കൈതരിപ്പൊന്നും ആലോചിക്കാൻ എനിക്ക് വയ്യ. വേണ്ട 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 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എടുത്ത ഓരോ ഫോട്ടോസാണ് കേട്ടോ. കുറെ എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് ശേഷം ലാസ്റ്റ് ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കാം, നല്ലൊരു വുഡിൻ്റെ ഒക്കെ പോലെ ഉണ്ട്, ഇവിടെ ചില്ല് പോലെയൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പേജ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പം ഞാനും കാണുന്നത് ഇതൊന്നും അറിയില്ല കേട്ടോ. ഫസ്റ്റ് തുറക്കണേ. നമ്മൾ പറ്റിച്ചിരിക്കുന്നു ഗൈസ്. ഒന്നുമില്ല ഗൈസ്, ബ്ലാങ്ക് ആണ്. സാധനം എല്ലാം ഇതുള്ളത് തന്നെയാണ് കേട്ടോ. വരയ്ക്കണം കേട്ടോ. നോക്കാം. അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അല്ലേ. വെഡിങ് ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസത്തിൽ തുടക്കം തന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ എന്താ സെക്കൻഡ് പേജ്, ഇത് പുടവ കൊടുക്കണം എന്ന് എടുത്തത്. അവിടെ ഗേറ്റ് വരെ ഇതിലുണ്ട് ഗൈസ്. പുടവ കൊടുക്കണം, ഒന്ന് നോക്കിയാൽ പുടവ കൊടുക്കുമ്പോൾ എന്തിനും മെലിഞ്ഞിട്ട് ഇപ്പോൾ ശരിക്കും നല്ല ഗുണ്ടുമണിയായിട്ടുണ്ട്. ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഫോട്ടോസ് കുഴപ്പമൊന്നുമില്ല. അന്ന് ഇതൊക്കെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ മഞ്ഞപ്പൂവിൻ്റെ അടുത്ത് സുന്ദരി ഉണ്ട്. അത് കാര്യം കണ്ടില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഫോട്ടോ കിട്ടാം. ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫോട്ടോ. ഇതൊക്കെ ഈ സൈഡ് ഭയങ്കര ഇഷ്ടമുണ്ട് ഒരു ഫോട്ടോ. പിന്നെ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോട്ടോ ഇതൊക്കെ സ്റ്റഡി ആയി നിൽക്കുന്ന അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് ജനഗണമന. അടുത്തത് എനിക്ക് ചിരി വരിക കാണുമ്പോൾ ഇനി ഇരുന്ന് കാണും. അപ്പോൾ ഇത് അടുത്ത വെച്ചിട്ട് പോകണം കേട്ടോ. ഇതെൻ്റെ വീടാണ്. നമ്മൾ ആദ്യം കണ്ടിട്ട് പടം കൊടുക്കണം. എൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നൊക്കെ മുമ്പ് എടുത്ത ഫോട്ടോയാണ്. മേമ, അച്ഛൻ, ചേച്ചി, പ്രഭിതേച്ചി, സുധിയായിട്ട് എല്ലാവരും ഉണ്ട്. എൻ്റെ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് പരിപാടിയാണ് കേട്ടോ. എൻ്റെ അമ്മേനെ കത്തിക്കണേ. അച്ചാച്ചുണ്ട്. ഇതൊക്കെ കത്തിച്ച ഫോട്ടോ. ഇതാണ് നീത് വെച്ച്. ഇതാണ് ഏട്ടൻ്റെ പെങ്ങളാണ് കേട്ടോ. ഇതൊക്കെ മറ്റു ചേച്ചിമാരും മേമന്മാരൊക്കെയാണ്. പിന്നെന്താ ഇവിടെ പുടവ് കൊടുക്കുകയാണ്. ഇതെൻ്റെ മാമനും ഇത് ഏട്ടൻ്റെ മാമനുമാണ്. പുടവ് അങ്ങോട്ട് ഇത് പുടവില്ലല്ലോ. ജാതകം കൊടുക്കണം കേട്ടോ. അപ്പോൾ ജാതകം കൈമാറുന്ന സീനാണ് ഇത് കാണുന്നത്. പിന്നെന്താ നെക്സ്റ്റ് എനിക്ക് തരികയാണ് കേട്ടത്. തരുമ്പോൾ ഇതിന് മെമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്തോ ഡയലോഗ് പറയുന്നുണ്ട്. ഡയലോഗ് എനിക്ക് കൃത്യം ഓർമ്മയില്ല. ആ സമയത്ത് പഠിച്ച ഡയലോഗാണ്. എന്താ പുടവ കൊടുക്കട്ടെ, പുടവ വാങ്ങട്ടെ, അങ്ങനെ എന്തൊക്കെ ഡയലോഗ് പറയുന്നത്. ഈ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ചാച്ചൻ്റെയും അമ്മയുടെയും മുഖത്തുള്ള ഒരു ഹാപ്പിനെസ് ആണ്. അത് ഇത് എത്രത്തോളം വീഡിയോയിൽ കിട്ടുന്നത് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് മേടിക്കാൻ നേരത്തെ അവർ രണ്ടുപേരും മുഖം ഒന്ന് നോക്കി നിങ്ങളൊന്ന്. നല്ല രസമുണ്ടല്ലോ. എൻ്റെ അച്ചാച്ചനായാലും അമ്മയുടെ ആയാലും എല്ലാവരും മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ട്. ഭയങ്കര കോമഡി ആയിരുന്നു നേരത്തെ കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും മുഖത്ത് ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. സോമിനൊക്കെ നന്നായി ചിരിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അതിനുള്ള ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ. പിന്നെ അതിനുള്ള ഫോട്ടോസാണ് എല്ലാവരും ചേർന്നിട്ടുള്ള ഫോട്ടോസ്. അച്ഛനുണ്ട്. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, എടുത്ത് ചോദിക്കരുത്. അമ്മ വരാൻ പാടില്ല, അങ്ങനെ എന്തുണ്ടോ തോന്നുന്നു. എൻ്റെ അമ്മ ഏട്ടനൊന്നും വരില്ല, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെന്താ കല്യാണത്തിന് ഒരാഴ്ച മുന്നൊക്കെ ആയിരുന്നു. നമുക്ക് ദൂരമുള്ള കാരണം ഒരാഴ്ച മുന്നൊക്കെ ആയിരുന്നു പുടവ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മാമൻ എല്ലാവരും ഉണ്ട്. എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്ന അറിയില്ല കേട്ടോ ഗൈസ്. എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എല്ലാവരും എത്തിക്കാൻ. ഇത് അമ്മയും ഞാനാണ്. അനിയത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന്. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അമ്മാമ്മയും അച്ചാച്ചനും, ഇത് വലിയ അച്ചാച്ചനും അമ്മാമ്മയും മാമനൊക്കെയാണ്. ഇതാണ് സോമി മേമ, അച്ഛൻ എല്ലാവരും ഉണ്ട്. അടുത്ത പേജോട്ട് പോകണേ. എന്താ പാപ്പനും മേമയും നക്കു. എൻ്റെ കുട്ടി നിൽക്കുന്ന നോക്കി നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഇവൻ കടന്ന് കരഞ്ഞ് നിൽക്കുകയായിരുന്നു. നല്ല അടിയും പിടിയൊക്കെ ആയിട്ട് തല്ല് കിട്ടിയിട്ടൊക്കെ കരഞ്ഞ് നിൽക്കുകയാണ്. വരില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നിന്നതാണ്. പിന്നെ വീണ്ടും ഇവിടെ കയറി നിൽക്കുന്നുണ്ട്. പിന്നെ സമുദായത്തിൻ്റെ ആൾക്കാരൊക്കെയാണ്. മേമയുണ്ട്, എല്ലാവരും നിൽക്കുന്നുണ്ട്. പിന്നെ ഇതെന്താ ഇത് പോകാൻ നേരത്തെ എടുത്ത ഫോട്ടോയാണ് തോന്നുന്നു. ഈ ഒരു സൈഡാണ് വരുന്നത് കേട്ടോ. ഒരു സൈഡിൽ എന്ത് രസമായി രണ്ട് ഫോട്ടോ. ഈ ഫോട്ടോയും പിന്നെ നീത് വെച്ചിട ഈ ഫോട്ടോ എന്ത് രസമാണ്. ഞങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്ട് ചിരിക്കണതാണ് കേട്ടോ. ഇത് നേരെ നോക്കിച്ചിരിക്കണം. ഈ രണ്ട് ഫോട്ടോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊന്ന് ക്യാമറയിൽ ഭഗവാനെ ക്ലിയർ ആയിട്ട് കിട്ടണില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. എനിവേ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയെങ്കിലും എല്ലാവർക്കും ഇതൊക്കെ എത്തിക്കാൻ പറ്റണ്ടല്ലോ. എനിക്ക് ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ. അതാ പ്രമീള മേമയും പ്രഭിതേച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായി. ഈ രണ്ട് ഫോട്ടോയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള രണ്ട് ഫോട്ടോ ആയിരുന്നു. നെക്സ്റ്റ് മൈ ഗോഡ് ഇത് കുറേ ഇംഗ്ലീഷ് ഡയലോഗൊക്കെ പറയും. ഇത് നമ്മുടെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ അന്നുള്ള ഫോട്ടോസാണ് കേട്ടോ. നമ്മുടെ വഴിയിൽ വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. സൺപീസ് അടിക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം കുറച്ച് ഫോട്ടോസാണ്. മുണ്ടൊക്കെ പിടിച്ചിട്ട് ജഗന്നാഥന്. നെക്സ്റ്റ് ഈ പേജിൽ വീണ്ടും
വീണ്ടും എന്താണോ വീണ്ടും ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, ക്വാളിറ്റി ഉള്ള പേപ്പർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, നല്ല രസത്തിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഫോണിൽ തന്നെ ഇതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പരമാവധി എല്ലാവരും ആൽബം കാണണം, അടുത്തുള്ള റിലേറ്റീവ്സൊക്കെ. അല്ലാത്തവരൊക്കെ വേറെ വഴിയില്ലല്ലോ, അങ്ങനെ തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് ഗൈസ്. ഇനി നമ്മുടെ അമ്മ കരയാൻ വേണ്ടി മുട്ടി 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 നിൽക്കുകയാണ് ഗൈസ്. നോക്കി, നിങ്ങൾ നേരെ നോക്കിയാൽ മനസ്സിലാവും അമ്മയുടെ മുഖം ഇപ്പം തന്നെ ഇവിടെ ഒരു മാതിരി ആയിട്ടുണ്ട്. ഇവിടത്തെ ആൾ കരഞ്ഞു. ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്യാൻ പോയിട്ടൊക്കെ കെട്ടിപ്പിടിച്ച് കരയണതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ എന്തായാലും എല്ലാവരും ഉണ്ട്, അമ്മമാർ അമ്മായിമാർ എല്ലാവരും എന്നിട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റി പറഞ്ഞ കരച്ചിൽ. അളിയനും കെട്ടിപ്പിടിച്ചപ്പോൾ അവർക്ക് കരച്ചിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് സീനാണ് കേട്ടത് ഗൈസ്. പിന്നെന്താ ഇവിടെ എന്താ സീനുണ്ട്. പിന്നെ അച്ഛനും അമ്മയും നിൽക്കുന്ന ഫോട്ടോ ആണ്. അതാണ് അമ്മയെ കാണാത്തവരൊക്കെ കണ്ടോളൂ. ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് അച്ഛൻ. നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകട്ടോ ഗൈസ്. അടുത്തേക്ക് വന്നു. ഇതാണ് ഇവരുടെ ഫാമിലി ഫോട്ടോ. തനുവും മോളും ദേവൂട്ടനൊക്കെ ഉണ്ട് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് ഗൈസ്. ഇത്ര നേരം ദേവൂട്ടനും തനുമോളും ഉണ്ടായിരുന്നില്ല. ചേച്ചി 2 മക്കളാണ് കേട്ടോ ഗൈസ്. പിന്നെ ദേവൂട്ടൻ കൂടെ നന്നായി നിൽക്കണ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എന്താണ്, ഭാവിയിലൊക്കെ കാണിച്ചു കൊടുക്കാം നമുക്ക്. പിന്നെന്താ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ എന്താ നമ്മൾ കുഞ്ഞണ്ണൻ്റെ സിംഗിൾ ഫോട്ടോ നിൽക്കുന്നുണ്ട്. അവർ പോസ്റ്റൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞ ഫോട്ടോ ചെയ്താണ് ഗൈസ്. പിന്നെ അമ്മായി ഇതൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ സീനാണ് ഇത് കാറിൽ കയറുന്ന ഒരു സീനാണ്. അടുത്ത പേജിൽ വരും. സുന്ദരി കണ്ടില്ലേ, ഇനിയാണ് എൻ്റെ വേഷം കിട്ടുക ഗൈസ്. ഞാൻ ഇത്രയൊക്കെ ഭംഗിയുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, അന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് മേക്കപ്പിന് സമയമില്ലാണ്ട് ധൃതിയുള്ളത്, കാരണം 9:00 കഴിയും വേണം. അപ്പോൾ തുടങ്ങിയിട്ട് നമ്മളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. വന്നിട്ട് വേണം സാരി പ്ലീറ്റ് പിടിക്കലും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് മേക്കപ്പിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാലയൊന്നും അറേഞ്ച് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിക്കും പിടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. എന്തൊക്കെയോ കാണിച്ചു കൂടി വേഗം ഇവിടെ ഇറങ്ങി വന്നു, കാരണം സമയമായി തുടങ്ങിയിട്ട്. ഒന്നും പറയല്ലേ ഗൈസ്, ഇത് കല്യാണത്തിന് ശേഷം കെട്ടിന് ശേഷമുള്ളതാണ്. ഈ പൊട്ട് കാണുമ്പോൾ വേഗം മനസ്സിലാവുന്നില്ലേ, ഒരു പൊട്ടിന് മേലുള്ള കുറി ചേട്ടൻ വരച്ചുന്ന കുറിയാണ്. അപ്പം മനസ്സിലായത് കെട്ടിന് ശേഷം എടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ. പിന്നെ അവിടെ വെച്ചിട്ട് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കോമഡി. എനിക്ക് എന്താ ഒരു പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കണമായിരുന്നു. അപ്പോൾ അടുത്ത ഫോട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ 2 ഫോട്ടോ കയറ്റിയിട്ടുണ്ടല്ലോ, നോക്കി മങ്ങൽ പോലെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വന്ന ശേഷം എടുത്ത ഫോട്ടോയാണ്. ഇവിടെ ചേട്ടൻ്റെ മുറ്റത്ത് വെച്ചിട്ട് ഫോട്ടോഗ്രാഫർ എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലോ, ഇത്ര ഭംഗിയിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇത്രത്തോളം ഭംഗിയിലാണ് ചെയ്തിരിക്കണതെന്ന് ശരിക്കും ആൽബം കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഫോണിൽ അത്ര ഇതിലുണ്ടാവില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ പരിമിതമായിട്ടുള്ള കുറച്ച് സോഴ്സുകളുടെ കാരണം എടുത്തതാണ്. നമ്മൾ ജനലിൽ വിളിച്ച റിഫ്ലക്ഷനൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അത് വെച്ചിട്ട് പോകാം. അതായത് 2 പേരും നിൽക്കുന്ന ഫോട്ടോസാണ്. അത് കിട്ടുന്ന ശേഷമൊക്കെ എടുത്തുള്ള ഫോട്ടോസാണ് കേട്ടോ എല്ലാതും. അതിന് മുന്നേ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷമൊക്കെ എടുത്തുള്ള ഫോട്ടോസാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എടുക്കണ നേരത്ത് കൈകാലും വരച്ചിട്ട് വൈകുന്നേരം മുന്നേ ഇങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കും തോന്നുന്നു. അത്ര ഞങ്ങളെ പെട്ടെന്നൊരു കല്യാണമൊക്കെ അതിൻ്റെയൊക്കെയാണ് തോന്നുന്നുണ്ട്. കുറേ കാലമൊക്കെ എടുത്തുള്ള കല്യാണമൊക്കെയാണ് ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും. പക്ഷെ ഇപ്പോഴൊന്നും അതിൻ്റെയൊക്കെ ഒരു പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. ചിരിച്ച് മടുത്തു വയ്യാകാനെ. ഇത് കെട്ടിന് മുന്നേക്കുള്ള ഫോട്ടോസാണ് കേട്ടോ. ഇത് നമ്മുടെ എല്ലാവരും ഉണ്ട് ഇവിടെ. അതായത് എൻ്റെ അനിയത്തി, ശ്രീകുട്ടി, അനാമിക, മുത്തേച്ചി, പിന്നെ ഇവിടെ നിന്നുള്ള ടീംസുകാർ എല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടെ താലം കൈമാറാട്ടോ, താലം കൈമാറുന്നൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അവരെല്ലാവരും വരിക. പിന്നെ ഇവിടെ നിന്ന് ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ താഴെയുള്ളത്. ഇതിവിടെ നിന്ന് ആരും എന്തോ കമൻറ്റ് അടിക്കുന്നുണ്ട്. അവിടെ നിന്ന് വീഡിയോഗ്രാഫർ എന്തോ കമൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചിരിച്ചിട്ട് വരിക കേട്ടിട്ട്. പിന്നെ ഇതിൽ ഓരോ ഷോട്ടും ക്യാമറമാൻ പറഞ്ഞനുസരിച്ച് നമ്മൾ ചെയ്യണ ഫോട്ടോസാണ് കേട്ടോ. ഇങ്ങനെ നിൽക്ക്, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഓരോ ഫോട്ടോസ് അതിൻ്റേതായ ഒരു ഭംഗി നമുക്ക് കാണുന്നുണ്ട്. മാല ഇടാൻ പറയുമ്പോഴായാലും എല്ലാവരുടെയും സ്റ്റേഡിയായിട്ട് നിന്നിട്ടും ഭയങ്കര പെർഫെക്ഷനിൽ ആളെടുക്കുന്നുണ്ട്. എല്ലാവരും നല്ല ക്ലിയർ ആയിട്ട് കണ്ടോളാം. ഇവിടെ മാല ഇടുന്ന സീനാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഓരോന്നോരോന്ന് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എടുത്തതാണ്. അടുത്തത് നമുക്ക് എൻഗേജ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അത് കാരണം തന്നെ നമ്മൾ അവിടെ വെച്ചിട്ടാണ്, അതായത് താലി കെട്ടണതിന് കുറച്ച് മുന്നാണ് മോതിരമൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇട്ട് കൊടുത്തു. ഇതൊക്കെ ഇതിൻ്റെ സീനുകളാണ്. ഭയങ്കര മേടിച്ചു ചിന്തിടുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ട് ഫോട്ടോ. ഇത് ഫുഡാണ് പൊട്ട് വെച്ചിരുന്നത്. സോറി, മറ്റേ എന്താ പറയുന്നത്, കുറി വെച്ചിരുന്ന ഫോട്ടോ നിൽക്കുന്നത്. ഓരോ പോസ് നമ്മൾ ചിരി വരെ നമുക്ക് നമ്മുടെ ക്യാമറമാനോട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിരിക്ക്, ഇത്രത്തോളം ചിരിക്ക്, അങ്ങോട്ട് നോക്ക്, ഇത്രത്തോളം നോക്ക്, എല്ലാതും ഡിസൈൻ വലം വെക്കണതാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് കണ്ടത് ഇതൊക്കെ അവരാണ്. ചേട്ടന് എൻ്റെതായ എല്ലാ പോസ്റ്റുകളും ക്രെഡിറ്റ് ഫുള്ളും നമ്മുടെ വീഡിയോഗ്രാഫറിനും ക്യാമറമാനാണ്. ശ്രീ നല്ല രസം ഇല്ലാണ്ട് നിൽക്കണമൊക്കെ. ഞങ്ങളൊക്കെ കാല് പുള്ളിയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഫോട്ടോയിൽ. നടന്ന് കാലൊക്കെ പുള്ളിയിട്ട് നടക്കാൻ കിട്ടണ്ട അയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബുദ്ധിക്ക് കളിച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടില്ലേ, അവർ നിലത്ത് കൂടി നടന്നു പറ്റും. നമ്മൾ ഈ സിമെൻറ്റ് പാല് കുഴിച്ചത് നടന്നു വരിക. പിന്നെ ഇതൊക്കെ കണ്ട ഇതിലൊക്കെ കാണാൻ മനസ്സിലാവും എത്രത്തോളം പെർഫെക്ഷൻ ആൾ കാണിച്ചെന്നുണ്ടെന്ന്. രസമുണ്ട് എന്തായാലും ഫോട്ടോസൊക്കെ കാണാൻ. പ്രത്യേകിച്ച് ഇതൊക്കെ ഞങ്ങൾ നടന്നു വരുമ്പോൾ ഇടയിൽ നിന്ന് എടുത്ത ഫോട്ടോസുകളാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാനൊന്നുമില്ല. എല്ലാതും അവർ നമ്മൾ പറഞ്ഞെടുത്ത് വെച്ച ഫോട്ടോസ് തന്നെയാണ് എല്ലാതും. അപ്പോൾ ഇതിലൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാതും ഒരു നോട്ടം പോലും, ഈ ഒരു നോട്ടം പോലും, ഈ കടത്തം പോലും, വിരലുകളുടെ എണ്ണം പോലും നമ്മുടെ എല്ലാത്തിനും പെർഫെക്ഷൻ ഫുള്ളും നമ്മുടെ ക്യാമറമാനും വീഡിയോമാനും മാത്രമാണ്.
അവർ ഇത്രത്തോളം അവർ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വീഡിയോ എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ അറിയില്ല, വീഡിയോ കാണണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതുപോലെ ലോങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ കണ്ടില്ല എല്ലാതും ഒരു നോട്ടം പോലെ എല്ലാതും സെറ്റായിട്ട് എത്രത്തോളം നീങ്ങി നിൽക്കണം, എത്രത്തോളം ചേർന്ന് നിൽക്കണം, എങ്ങോട്ട് തിരിക്കണം, അതൊക്കെ വേണം. അത് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാ ഫോട്ടോസ് അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ശരി ഇതൊക്കെ തോന്നുന്നുണ്ട്. പിന്നെന്താ ഇതൊക്കെ കണ്ടതൊക്കെ അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. പിന്നെ പൊട്ട് കുറച്ച് കയറ്റി സൺകീസ് അടിക്കുന്നതാടി അല്ലേ, നല്ല രസമുണ്ട്. പിന്നെ അടുത്ത ഫോട്ടോ ഇവിടെ കല്യാണത്തിന് കഴിഞ്ഞത്. ഇവിടെ നമ്മുടെ ഹോളാണ്, അമ്പലത്തിൻ്റെ ഹോളാണ്. അവിടെ നമ്മൾ കയറി വരുമ്പോൾ എടുത്ത ഫോട്ടോയാണ് കേട്ടോ. ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഈ സാധനയ്ക്ക് രസമുണ്ട്, ഇതൊക്കെ ഇത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു ഭഗവാൻ. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോലും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് അമ്മു, അമ്മ, ഇവിടുന്ന് ഏട്ടൻ്റെ അച്ഛൻ, ഏട്ടനമ്മ എല്ലാവരും ഉണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ടാ അടുത്ത ഫോട്ടോ. ഇവിടെ എല്ലാവരും നിൽക്കുന്ന ഫോട്ടോസ് ഫാമിലി ഫോട്ടോസാണ്. ഏട്ടൻ ഇതൊക്കെ ഫ്രെയിം ചെയ്യാമെന്ന് പറഞ്ഞു വെച്ച ഫോട്ടോസൊക്കെയാണ്. നല്ല രസമുണ്ട്. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഞാനും അമ്മും ചേട്ടനും മാത്രമുള്ളൊരു ഫോട്ടോയാണ്. നല്ല രസമുണ്ട്. അമ്മു ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയുന്നവരൊന്ന് അക്കൗണ്ട് കയറുന്ന മനസ്സിലാവും. ഇത് ചേച്ചിമാരാണ്. നമ്മുടെ ഉണ്ണിമോൾ നിൽക്കണുണ്ടില്ലേ നട്ടപ്പന പോലെ. അഖിലേച്ചി, ഹസ്ബൻഡ്, പിള്ളേർ. അയ്യോ നിൽക്കണോക്കി ലച്ചു എന്നൊക്കെ എനിക്ക് കണ്ട ഓർമ്മ കൂടിയൊന്നുമില്ല. ഇതാണ് ഒരു വീട്. അടുത്തത് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോസ്. അടിപൊളി ഉണ്ടല്ലേ ഈ ഫോട്ടോ. ഈ ഫോട്ടോ രസമുണ്ട്. അതുപോലെ ഈ ഇരിക്കുന്ന ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുള്ള ഫോട്ടോ ആണ് അല്ലേ, രസമുണ്ട്. കുഴപ്പമൊന്നുമില്ല. മാലയൊക്കെ ഊരി വെച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന ഫോട്ടോയാണ്. അവിടെ നിന്ന് ഇറങ്ങണേക്കാളും മുന്നൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസുകളാണ് കേട്ടോ. ഇതെല്ലാം കണ്ട നോട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ട് നോക്കണത് ഫുൾ അവരെടുത്തതാണ്. അൺഎക്സ്പെക്റ്റഡ് ഒന്നുമില്ല ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ബ്ലറാക്കിയത് ഇഷ്ടമായി. അതുപോലെ ഈ ഫോട്ടോ കൃഷ്ണനെ ബ്ലറാക്കിയിട്ട് എടുത്ത് നല്ല രസമുണ്ട്, ഭംഗിയുണ്ട് ഫോട്ടോ. പിന്നെ ഈ ഒരു ഫോട്ടോ നല്ല കുഴപ്പമൊന്നുമില്ല, രസമുണ്ട് അല്ലേ ഈ ഫോട്ടോ. അടുത്തത് ഇതൊക്കെ പിന്നെ എല്ലാവരും നിൽക്കണ ഫോട്ടോസുകളാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാം. എല്ലാവരും ഉണ്ട്, കല്യാണത്തിന് വന്ന എല്ലാവരും നിൽക്കുന്നത് കണ്ട ഓർമ്മ പോലും ഇല്ല, ആരോടും ഇല്ല. കാരണം പിന്നെ എല്ലാവരോടും ക്ഷമിക്കണം, എനിക്ക് അന്നത്തെ ഓർമ്മയില്ല കേട്ടോ ഗൈസ്. അന്ന് വന്ന ആൾക്കാരൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നീട് അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വന്ന ഓർമ്മയൊന്നും ഇല്ലയെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരോടും എന്നെ ക്ഷമിക്കണം. ദിവസം അങ്ങനെയായിരുന്നു. ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ. ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാരും അമ്മയിമാർ, വല്യമ്മമാർ അതൊക്കെയാണ്. പിന്നെ അമ്മൂൻ്റെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോ അത് ഇടുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാതിരിക്കണത് ഇറങ്ങാൻ നേരത്തെ ആകെ തിക്കും തിരക്കായിരുന്നു. ഈ ഫോട്ടോ അടിപൊളിയുണ്ടല്ലേ, നോക്കിയേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഫോട്ടോ. ഇത് രസം. അതാ സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കരയാണ്ടാണ് ഇറങ്ങിയെന്ന ആളാണ്. അവിടെ നിന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ചിരിക്കണൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഫോട്ടോ. എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും നന്നായി കണ്ടോളാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇവിടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഇതാണ് ഫോട്ടോയാണ്. ഉമ്മർത്ത് വെച്ചെടുത്ത ഫോട്ടോ. ഇതവരെ വിളക്ക് കൊടുത്ത് കയറുന്ന ഫോട്ടോയാണ്. തലയിലേക്ക് ഇട്ടിട്ട് കയറുന്ന ഫോട്ടോ, വിളക്കൊക്കെ കൊടുത്ത് കയറുന്ന ഫോട്ടോയാണത്. നല്ല രസമുണ്ട് അല്ലേ ഫോട്ടോ ഒക്കെ. റിസപ്ഷന് പോകാൻ വേണ്ടി തിക്കും തിരക്കും കാണിച്ചു കൊടുക്കുന്ന സമയമാണ് ഗൈസ്. ആകെ പാലൊക്കെ കൊടുക്കുന്ന സീനാണ്, തരുന്ന സീനാണ്. ഞാൻ വേഗം ഓടിച്ച് ലാഗ് ആക്കണില്ല, വേഗം എടുക്കാം. ഇതിനിടയിൽ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല നല്ല മഴവില്ല സാധനമൊക്കെ വരുന്നല്ലേ. ഇതാണ് ശരിക്കും അൺഎക്സ്പെക്റ്റഡ്. എൻ്റെ വായി തുറക്കണമെന്ന് മനസ്സിലാക്കണം, അൺഎക്സ്പെക്റ്റഡ്. അത് ശരിക്കും അൺഎക്സ്പെക്റ്റഡാണ്. അടുത്തത് ഇതിനിടയിൽ സേവ് ഡേറ്റിൻ്റെ കുറച്ച് ഫോട്ടോസ് കുത്തി കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സേവ് ഡേറ്റിൻ്റെ ഫോട്ടോസൊക്കെ. പിന്നെ നല്ല ഫോട്ടോ, എല്ലാ ഫോട്ടോ ഒന്നുമില്ല, കുറച്ചൊക്കെ. ഓ മൈ ഗോഡ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഭാഗം. അയ്യോ ഇത് കാണാനുള്ള ശേഷി ഇതാണ്, വേഗം ഒടിച്ച് വിടാനായിട്ട് കഴിച്ചു. എനിക്ക് എൻ്റെ മേക്കപ്പ് ഇഷ്ടമായിട്ടില്ല, ഒന്നും ഇഷ്ടമായിട്ടില്ല. അവിടെ നേരം വിശന്നിട്ടൊക്കെ ആകെ വന്നുള്ള കോലം കെട്ടാണ് കേട്ടോ. അവരൊക്കെ നല്ല ഭംഗിയുണ്ട്, ഞാൻ മാത്രം അലമ്പായുള്ളൊരു ഫോട്ടോസാണ്. നല്ല സെറ്റ്, അവിടെ ഭയങ്കര സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പണിട്ട് കാര്യമില്ല ഗൈസ്. എനിക്ക് ആകെ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, അനിയത്തി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വേഗം മാത്രം ഓടിച്ചു വിടാൻ കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു, എനിക്കും തന്നു, ഞാൻ പിള്ളേർക്കും കൊടുത്തു. ഇവിടെ കുറച്ച് ചേട്ടൻ നല്ല അടിപൊളിയുണ്ട്, ഞാൻ മാത്രം അലമ്പായി നിൽക്കുക വയ്യ. പിന്നെ ഇതാണ് ഫാമിലി ഫോട്ടോ. നല്ല രസത്തിൽ വരെ വലുതാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രം അതിൽ കോലം കെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ ആരും കാണണ്ട, പക്ഷെ കാണുള്ളൂ. എല്ലാവരും കാണും. ചേച്ചിയൊക്കെ അടിപൊളിയുണ്ട്, പിള്ളേരെല്ലാവരും അടിപൊളിയുണ്ട്. എല്ലാവരും നല്ല പച്ചമയത്തിൽ നിൽക്കുകയാണ്, ഗ്രീനായിട്ട് നിൽക്കാൻ. ഈ ഫോട്ടോസൊക്കെ നല്ല രസമുണ്ട്. അമ്മ നന്നിച്ചിരിക്കുന്ന നല്ല രസമുണ്ട് അല്ലേ, അമ്മയുടെ നല്ല രസമുണ്ട്. ശ്രീക്കുട്ടി വന്നിട്ടുണ്ട് അവിടെ, അമ്മു ഉണ്ട്. ഇവിടെ ചേച്ചിയുടെ ഫാമിലി അവരെല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ അഞ്ചു ചേച്ചി, പൊന്നു ചേച്ചി, ശ്രുതി ചേച്ചിയുടെ ഉണ്ണി, ഇവരെല്ലാവരും ഇവിടുത്തെ ഫാമിലി ആയിട്ടത് ഫുള്ളും. ഇവിടുത്തെ പച്ചമയം ഫുള്ളും ഇവിടുത്തെ ഫാമിലിയാണ്. അവരെല്ലാവരും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണ ഫോട്ടോ.
നമ്മൾ അവിടെ വന്ന ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, റിസപ്ഷൻ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഇത്ര ഭംഗിയിലാക്കിയാണ്. പിന്നെ ഏട്ടൻ്റെ ഫാമിലി അറിയണ അവരൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ അങ്ങനെ അവരൊന്നും അങ്ങനെ അത്ര ഓർമ്മയൊന്നുമില്ല. അവർ വന്നതൊക്കെ ഓർമ്മയുണ്ട്, ആരാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നതിന് സന്തോഷം. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ എല്ലാവരും വന്നിട്ടുണ്ട്. സുഗന്ധ്യ മേമ അവരുടെ ഫാമിലി വന്നിട്ടുണ്ട്, കുഞ്ഞാണ്ണയുടെ ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് ഫ്രെയിമൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ വലിയമ്മമാർ അമ്മായിമാർ എല്ലാവരും ഉണ്ട്. പിന്നെ നിൽക്കണം ഞങ്ങളുടെ പോസുകൾ. അയ്യോ അയ്യോ വയ്യ വയ്യ വയ്യേ വയ്യ വയ്യേ ഫോട്ടോസ്. നെക്സ്റ്റ് ഇവിടെ ഫോട്ടോ സേവ് ഡേറ്റിൻ്റെ വേറെ 2 ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞ ഫോട്ടോസാണ്. എനിക്കിഷ്ടമുള്ള കോസ്റ്റ്യൂമായിരുന്നത്. നല്ല രസത്തിൽ എടുത്തിട്ടുണ്ട്. വീണ്ടും റിസപ്ഷൻ്റെ ഫോട്ടോസൊക്കെ വന്നു ഗൈസ്. വീണ്ടും വന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല പക്ഷേ എനിക്കിഷ്ടമില്ല. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ വീട്ടുകാരാണ് കേട്ടോ. എല്ലാവരും നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമായ ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി സജനമ്മായി അവരുടെ ഫാമിലിയാണ്. ജയമേമ്മയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മുഖപരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആരും ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും പരിചയപ്പെട്ട് വരുന്നുണ്ട്. ഇതെൻ്റെ മേമയുടെ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണൻ ചേട്ടനായാലും വിപിൻ ചേട്ടൻ, വിഷ്ണു ചേട്ടൻ എല്ലാവരും ഉണ്ട്. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. വേഗം മറിച്ച് പോവാണ് കേട്ടോ, ലാഗാക്കാണ്ട് മറിച്ച് പോവാണ്. കുഞ്ഞണ്ണ ഫാമിലി വന്നിട്ടുണ്ട്. വലിയമ്മായി, കുഞ്ഞമ്മായി എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസത്തിലുണ്ട്. ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ എനിക്ക് കണ്ടുപരിചയമുണ്ട്, അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ അറിയാം. പിന്നെ അത് പ്രകേഷ് പാപ്പൻ, പിള്ളേർ, ശിരിയേച്ചി, ശ്രുതിയേച്ചി, വലിയേട്ട എല്ലാവരും ഉണ്ട്. ഇവിടെ ശില്പേച്ചി അവരുടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. ഇവരൊന്നും അന്ന് കണ്ട എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഇന്ന് എല്ലാവരും വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ വലിയമ്മായി എല്ലാവരും ഉണ്ട്. ഇത് കൃത്യമായിട്ട് എനിക്ക് പലരും മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. അന്ന് വന്നതിൽ പലരും ആരാന്ന് പോലും ഇപ്പോഴും അറിയില്ല. അവരൊക്കെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം. അതൊക്കെ ഇവിടെയുള്ള അടുത്തുള്ള ചേച്ചിമാരാട്ടോ. അടുത്തുള്ള ചേച്ചി ഹസ്ബൻഡൊക്കെയാണ്. പിന്നെ അതവിടെ റിലേറ്റീവ്സാണ്. പാപ്പൻ, ഞങ്ങളുടെ ഫോട്ടോസ് ഇടയിലൊരു ഫോട്ടോ ഗൈസ്. പിന്നെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ. തനിമോളും ടീംസ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിടയ്ക്ക് കയറ്റി, പക്ഷെ ഞങ്ങൾ കളിച്ചൊന്നുമില്ല, എന്നാലും ഉണ്ട്. പിന്നെ ഞാൻ കറികളൊക്കെയാണ് ഫുഡിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിശന്നു ചത്തു ഞാൻ. അയ്യോ വിശന്നിട്ട് ഇറങ്ങാനും പറ്റണില്ല, കാലും കിടന്നിട്ട് ഒരവസ്ഥയായിരുന്നു. പിന്നെ സേവരേറ്റിൻ്റെ വീണ്ടും കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സേവരേറ്റിൻ്റെ ഫോട്ടോസ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലാതെ നമുക്കത് കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഫോട്ടോസ് കണക്ക് നമ്മുടെ ക്യാമറമാൻ്റെ കഴിവാണ്. ലിജി ചേട്ടൻ്റെ കഴിവാണ് ഇങ്ങനെ ചാട്ടവും മറിക്കലൊക്കെ. ചേട്ടൻ്റെ കഴിവാണ്, അടിപൊളിയാക്കി വന്നിട്ടുണ്ട്. നല്ല രസമുള്ള ഫോട്ടോസുകളാണ്. ഈ ഫോട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൽ ഓരോ പോസും ലിജേട്ടൻ്റെ കഴിവാണ്. നമ്മൾ ലാസ്റ്റ് ഈ ഫോട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ്. എൻ്റെ ഈ സൈഡിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഈ ഫോട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പേജ് നമ്മൾ മറക്കുകയാണ് ഗൈസ്. ഇതാണ് ലാസ്റ്റ് പേജ്. ബ്ലാങ്ക് വീണ്ടും പറ്റിച്ച് അടയ്ക്കുകയാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് പേജിലൊന്നുമില്ല. അപ്പോൾ ആൽഫ വെഡിങ്സ്. അപ്പോൾ നമ്മുടെ ആൽബം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്തുള്ള റിലേറ്റീവ്സ് എല്ലാവരും എന്നിട്ട് നമ്മുടെ ആൽബം കാണണം. അതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് പറയണം. അടിപൊളിയായിരുന്നു. അതിൽ ഓരോ പേജും ഭയങ്കരമായിട്ട് ക്വാളിറ്റി ഉള്ള പേജുകളായിരുന്നു. അതുമാത്രമല്ല അതിൽ കണ്ടന്റുകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാതും കുറേ ഇംഗ്ലീഷൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്നും ഉൾക്കൊള്ളിച്ചിട്ട് അയച്ചിട്ടൊന്നുമില്ല. അതൊക്കെ അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മുടെ പരിമിതമായിട്ടുള്ള സോഴ്സ് കാരണമാണ് നമുക്കത് അത്ര ക്ലിയർ ആയിട്ട് നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് നേരെ വീഡിയോ കാണാത്തത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ വരാനുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.